ഡോക്ടർ ശശി തരൂർ എംപിക്ക് വേദിയൊരുക്കി ക്രൈസ്തവ സഭകൾ. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ ഡോക്ടർ ശശി തരൂർ എംപിയാണ് മുഖ്യപ്രഭാഷകൻ. ശശി തരൂർ ഏതെങ്കിലും പ്രധാന സ്ഥാനത്തേക്ക് വരേണ്ട ആളാണെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ടോബി ജോൺസണുടെ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് ഇക്കാര്യത്തിൽ കർദിനാൾ വ്യക്തമാക്കിയ നിലപാട്? ടോബി, ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് വരേണ്ട ഒരു വ്യക്തി എന്നുള്ള അഭിസംബോധനയിൽ കൂടി ഡോക്ടർ ശശി തരൂർ എംപിക്ക് വേദിയൊരുക്കുകയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭകൾ. അദ്ദേഹത്തിനെ കോൺഗ്രസ് തടയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണങ്ങളിൽ കോൺഗ്രസ് എതിർപ്പറിയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സഭയുടേതായ ഒരു പ്രതികരണം വരുന്നത്. ഏതെങ്കിലും ഒരു പ്രധാന സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് ഡോക്ടർ ശശി തരൂർ എന്നാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രതികരണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, തുടരാം. തീർച്ചയായിട്ടും ക്രൈസ്തവ സഭകൾ ശശി തരൂരിന് കൂടുതൽ വേദിയൊരുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നലെ CSI സഭയുടെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തതെങ്കിൽ ഇന്ന് പാലാ രൂപതയുടെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് വളരെയധികം രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രാധാന്യം കൂടി നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർദിനാൾ ആലഞ്ചേരി ഇങ്ങനൊരു പ്രസ്താവന കൂടി വേദിയിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വരേണ്ട ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, KPCC പ്രസിഡന്റ് കൂടി ഇരിക്കുന്ന ഒരു വേദിയിലാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അതുമായി ബന്ധപ്പെട്ടുള്ള സർവേയുമായി ബന്ധപ്പെട്ട ഒരു സർവേ തന്നെ പുറത്തു വന്നു. അത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്ന അങ്ങനെ വലിയ ചർച്ചകളും വിവാദങ്ങളും ആകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സഭകളുടെയൊക്കെ ഒരു പിന്തുണ നേടിയെടുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ശശി തരൂരിൻ്റെ ഈ സന്ദർശനവും ഇത്തരത്തിലുള്ള പരിപാടികളിലുള്ള അദ്ദേഹം പങ്കെടുക്കുന്നതും. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.